ഹായ് ഗായ്സ്, നമ്മളിന്നിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ടാബ്ലുവിൻ്റെ അഡ്വാൻസ് വിഷ്വലൈസേഷനാണ്. പെരട്ടോ ചാർട്ടാണ് നമ്മളിന്നിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പലരും ഫെമിലിയർ ആയിരിക്കും എന്താണ് പെരട്ടോ ചാർട്ട്. നിങ്ങൾ നിങ്ങളുടെ വർക്കിൻ്റെ ഇടയിലും അല്ലെങ്കിൽ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്താണ് പെരട്ടോ ചാർട്ട് എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം എന്താണ് പെരട്ടോ ചാർട്ട് എന്നുള്ളത്. ഇതാണ് പെരട്ടോ ചാർട്ട് എന്ന് പറയുന്നത്. പെരട്ടോ ചാർട്ട് ഒരു ബാർ ചാർട്ട് ആൻഡ് ലൈൻ ചാർട്ട് കോമ്പിനേഷനാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ടാബ്ലൂവിൽ വിഷ്വലൈസേഷൻ ചെയ്യാമെന്ന് കാണിക്കാം. സോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടാബ്ലൂ ഡെസ്ക്ടോപ്പാണ്. ടാബ്ലൂ ഡെസ്ക്ടോപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരു CSV ഡേറ്റയാണ്. സോ അത് CSV ഡേറ്റയാണ് ടാബ്ലൂവിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഈ കണക്റ്റിൻ്റെ അടിയിൽ, ഈ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അടിയിൽ ടെക്സ്റ്റ് ഫയൽസ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആമസോൺ സെയിൽസ് യൂണിക് ഡേറ്റ, ഈ ഡേറ്റ സെറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു ഡമ്മി ഡാറ്റ സെറ്റാണ്. ഞാൻ ഈ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഡാറ്റ സെറ്റ് ഞാൻ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത അപ്പോൾ തന്നെ നമ്മുടെ ഡേറ്റ ഇവിടെ ലോഡായി, ടാബ്ലൂവിലേക്ക് ലോഡായി. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനിവിടെ പ്രൊഡക്റ്റ് കാറ്റഗറി എന്നും സെയിൽസ് എന്നും പറഞ്ഞിട്ടുള്ള 2 കോളാണ് കൊടുത്തിട്ടുള്ളൂ. അതിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഗ്രോസറി, ബുക്സ്, സ്പോർട്സ്, ബ്യൂട്ടി, അങ്ങനെല്ലാം പറഞ്ഞിട്ട് കുറച്ച് പ്രൊഡക്റ്റ് കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സെയിൽസിന് ഞാൻ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണ് വിഷ്വലൈസേഷൻ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഈ ഷീറ്റ് 1 ക്ലിക്ക് ചെയ്തതിന് ശേഷം വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള ഷീറ്റാണിത്. എന്നിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് കാറ്റഗറീനെ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ഈ സെയിൽസിന് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ടാബ്ലൂ ഡിഫോൾട്ടായിട്ട് ഈ പ്രൊഡക്റ്റ് കാറ്റഗറീനെ ഈ റോ ഷെൽഫിലേക്കും സെയിൽസിനെ ടെക്സ്റ്റ് കാർഡിലേക്കും ആഡ് ചെയ്തു. എനിക്ക് ഈ ടെക്സ്റ്റബിൾസ് വിഷ്വലൈസേഷൻ കിട്ടുകയും ചെയ്തു. നമുക്ക് പല രീതിയിലും വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രൊഡക്റ്റ് കാറ്റഗറിനെയും സെയിൽസിനെയും സെലക്ട് ചെയ്ത് എനിക്ക് ഈ ഷോമിയിൽ പോയി ഏതെങ്കിലും ഒരു വിഷ്വലൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിഷ്വലൈസേഷൻ ഇവിടെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് കാറ്റഗറിനെയും സെയിൽസിനെയും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ പല രീതിയിലും നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെരട്ടോ ചാർട്ടാണ്. സോ അത് ഒരു ബാർ ചാർട്ട് ആൻഡ് ലൈൻ ചാർട്ട് കോമ്പിനേഷനാണ്. ഞാനപ്പോൾ ഈ ടെക്സ്റ്റബിൾസിനെ മാറ്റി ബാർ ചാർട്ട് ആക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഷോമിയിലേക്ക് വന്ന് ഈ ബാർ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ ബാർ ചാർട്ടിനെ സ്വാപ്പ് ചെയ്യാണ്. സ്വാപ്പ് ചെയ്യാനായിട്ട് ഈ മുകളിൽ ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും, സ്വാപ്പ് റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പായി. ഞാൻ എന്നിട്ട് ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലാക്കാനായിട്ട് പോവുകയാണ്. ഡിസെൻഡിങ് ഓർഡറിലാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. സോ ഈ സ്വാപ്പിൻ്റെ തൊട്ടപ്പോൾ തന്നെ അസെൻഡിങ്ങിൻ്റെ ബട്ടണുണ്ട്. അസെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലും, ഓക്കെ, ഡിസെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് ഡാറ്റ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് എനിക്ക് ഈ ബാർ ചാർട്ടിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ്, ഈ സെയിം എനിക്ക് ആവശ്യമാണ് ഈ ഷീറ്റിൽ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, എനിക്ക് ഈ സെയിൽസിനെ ഡ്രാഗ് ചെയ്ത് ഈ റോ ഷെൽഫിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇതിനെ അത് റിമൂവ് ചെയ്യാണ്. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡിൽ കൺട്രോൾ കീ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സം ഓഫ് സെയിൽസിനെ ഡ്രാഗ് ചെയ്ത് തൊട്ടപ്പുറത്തേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യാം. സോ ഇത് 2 രീതിയിൽ അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇവിടെ ഈ സം ഓഫ് സെയിൽസ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഈ മാർക്സ് കാർഡിൻ്റെ അണ്ടറിൽ ഈ സം ഓഫ് സെയിൽസ് ഓഫ് 2 ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനത് മാറ്റാം. ഓക്കെ, ഞാനത് മാറ്റാണ്. സോ കണ്ടോ, അതിനു മുന്നേ മാർക്സ് കാർഡിൽ ഒന്നുമില്ല. ഞാൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ മാർക്സ് കാർഡിൽ സം ഓഫ് സെയിൽസും സം ഓഫ് സെയിൽസ് ഓഫ് 2ഉം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സം ഓഫ് സെയിൽസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ മുകളിലത്തെ ഈ വിഷ്വലൈസേഷനും സം ഓഫ് സെയിൽസ് 2 റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ താഴത്തെ വിഷ്വലൈസേഷനുമാണ്. അത് ഞാൻ കാണിക്കാം. സം ഓഫ് സെയിൽസിൽ നമ്മൾ കളർ എടുത്തിട്ട് ഞാൻ ഈ കളർ മാറ്റുമ്പോൾ ഈ സം ഓഫ് സെയിൽസിൻ്റെ ഈ വിഷ്വലൈസേഷൻ്റെ കളർ മാറി. ഇനി ഞാൻ ഈ സം ഓഫ് സെയിൽസ് ഓഫ് 2ൻ്റെ കളർ ഞാൻ മാറ്റാനായിട്ട് പോവാണ്. കണ്ടില്ലേ, ഈ വിഷ്വലൈസേഷൻ്റെ കളറും മാറി. ഇനി ഈ ബാർ ചാർട്ടിനെ ലൈൻ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ മാർക്സ് കാർഡിൽ സം ഓഫ് സെയിൽസ് ഓഫ് 2 ആണ് ഈ വിഷ്വലൈസേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഞാൻ ഈ സം ഓഫ് സെയിൽസ് ഓഫ് 2ലേക്ക് പോയി ഈ ഓട്ടോമാറ്റിക്കിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈൻ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യാണ്. സോ കണ്ടില്ലേ, എനിക്കിവിടെ ബാർ ചാർട്ട് മാറി ലൈൻ ചാർട്ട് കിട്ടി.
ഈ രണ്ട് ഡേറ്റയും റെപ്രസെൻ്റ് ചെയ്യുന്ന സെയിം ആണ്. ഈ ബുക്സിൻ്റെ കണ്ടോ, നമ്മൾ ഈ ബുക്സിൽ പോയിന്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കാറ്റഗറി ബുക്സ്, സെയിൽസ് ഇത് 8,30,000. സെയിം അതേപോലെ തന്നെ ബുക്സിൽ ഈ ലൈൻ ചാർട്ടിൽ വന്നിട്ട് ബുക്സിൽ പോയിന്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കാറ്റഗറി ബുക്സ്, സെയിൽസ് 8,30,000, ഓഫീസ് സപ്ലൈസ് 7,45,000, സെയിം ഓഫീസ് സപ്ലൈസ് 7,45,000, ബ്യൂട്ടി 6,20,000, ഇത് ബ്യൂട്ടി വന്ന് 6,20,000. എനിക്കിതിൻ്റെ റണ്ണിങ് ടോട്ടലാണ് കാണേണ്ടത്. റണ്ണിങ് ടോട്ടൽ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ എങ്ങനെ റണ്ണിങ് ടോട്ടൽ കാണുന്നത് കാണിച്ചു തരാം. സോ ഈ ലൈൻ ചാർട്ടിൻ്റെ റണ്ണിങ് ടോട്ടൽ കാണാനായിട്ട് ഞാൻ ഈ റോ ഷെൽഫിൽ ഇത് ഈ രണ്ടാമത്തെ ഈ സം ഓഫ് സെയിൽസ് ബില്ലിൽ ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വിക്ക് ടേബിൾ കാൽക്കുലേഷനിൽ പോയി റണ്ണിങ് ടോട്ടൽ ക്ലിക്ക് ചെയ്തു. സോ എനിക്കിതിൻ്റെ റണ്ണിങ് ടോട്ടൽ കിട്ടി. റണ്ണിങ് ടോട്ടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ, ബുക്സിൻ്റെ സെയിൽസ് 8,30,000 ആയിരുന്നു, കണ്ടോ. അപ്പോൾ ഈ ഒരു ബുക്സിൻ്റെ സെയിൽസ് 8,30,000, ഓഫീസ് സപ്ലൈസിൻ്റെ സെയിൽസ് 7,45,000. പക്ഷേ ഈ ബുക്സും ഈ ഓഫീസ് സപ്ലൈസും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എനിക്ക് കിട്ടി 15,75,000 എന്നുള്ള എമൗണ്ട് കിട്ടി. പിന്നെ അതേപോലെ തന്നെ ബ്യൂട്ടി, അപ്പോൾ ഈ ബുക്സും ഓഫീസ് സപ്ലൈസും ബ്യൂട്ടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് 21,95,000. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് 3 പ്രൊഡക്റ്റിൻ്റെ സമ്മ് കിട്ടാണ് ഈ 21,95,000 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ എനിക്ക് ടോപ്പ് 5 പ്രൊഡക്റ്റിൻ്റെ സമ്മ് വേണം. അപ്പോൾ 2, 4, 5, ഓക്കെ. ഈ ടോപ്പ് 5 പ്രൊഡക്റ്റിൻ്റെ സമ്മ് കിട്ടാനായിട്ട് ഇത് ഈ സ്പോർട്സിൻ്റെ നേരെ ഞാൻ ഈ പോയിന്റ് ചെയ്യുമ്പോൾ ദേ കണ്ടോ 31,95,000. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടോട്ടൽ സം കണ്ടത്, സോറി റണ്ണിങ് ടോട്ടൽ കണ്ടത്. എന്നിട്ട് ഞാൻ ഈ ലൈൻ ചാർട്ടിനെ ഈ ബാർ ചാർട്ടായിട്ട് കമ്പൈൻ ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഡുവൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ അത് ചെയ്യാനായിട്ട് ഞാൻ ഈ സം ഓഫ് സെയിൽസിൻ്റെ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഡുവൽ ആക്സിസിൽ ക്ലിക്ക് ചെയ്യാനാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടി. അപ്പോൾ ടാബ്ലു ഡിഫോൾട്ടായിട്ട് നമ്മുടെ ബാർ ചാർട്ടിനെ മാറ്റിയിട്ട് നമുക്കൊരു സർക്കിൾ ചാർട്ട് തന്നു. ഇത് നമ്മുടെ ഡാറ്റാ സെറ്റിൻ്റെ കുഴപ്പമോ ടാബ്ലുവിൻ്റെ കുഴപ്പമോ ഒന്നുമല്ല. ഓവർലാപ്പിംഗ് പരിപാടികളെല്ലാം ടാബ്ലുവിൽ അത്രയ്ക്ക് അങ്ങാണ്ട് ഉപയോഗിക്കില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് ടാബ്ലു ഈ സർക്കിൾ ചാർട്ട് തന്നത്. ഈ സർക്കിൾ ചാർട്ടിനെ ഞാൻ ഫോഴ്സ്ഫുള്ളി ബാർ ചാർട്ട് ആക്കാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ സർക്കിൾ ചാർട്ട് എന്ന് പറയുന്ന ഈ സം ഓഫ് സെയിൽസ് ആണ്, ഈ മാർക്സ് കാർഡിലെ സം ഓഫ് സെയിൽസ് ആണ് ഈ സർക്കിൾ ചാർട്ട് എന്ന് പറയുന്നത്. അതിനെ ഞാൻ ബാർ ചാർട്ട് ആക്കാൻ പോവുകയാണ്. സോ എനിക്കിത് ബാർ ചാർട്ട് കിട്ടി. സോ നമ്മുടെ പാരറ്റോ ചാർട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ലൈൻ ചാർട്ടിൻ്റെ ഈ സം ഓഫ് സെയിൽസിൻ്റെ ഈ കൗണ്ട് കാണണം. അതിന് വേണ്ടിയിട്ട് ഈ ലൈൻ ചാർട്ടിൽ ഈ സം ഓഫ് സെയിൽസ് എടുത്തതിന് ശേഷം ഞാൻ ഈ ലേബൽസിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ ഷോ മാർക്ക് ലേബലിൽ ക്ലിക്ക് ചെയ്യാണ്. സോ കണ്ടില്ലേ, എനിക്ക് ആ കൗണ്ട് കിട്ടി. ഇവിടെ എനിക്ക് ഈ കൗണ്ടല്ല വേണ്ടത്, എനിക്ക് പെർസെൻറ്റേജ് ഓഫ് ടോട്ടലാണ് വേണ്ടത്. സോ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കാണാനായിട്ട് ഞാൻ ഈ റോ ഷെൽഫിൽ സം ഓഫ് സെയിൽസിൻ്റെ ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ടേബിൾ കാൽക്കുലേഷൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ എനിക്ക് ഓപ്പൺ ആയി. നമ്മൾ ഓൾറെഡി ഇവിടെ റണ്ണിങ് ടോട്ടൽ കണ്ടിട്ടുണ്ട്. എനിക്കിനി ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കാണാനായിട്ട് എനിക്കിനി ഒരു സെക്കൻഡറി കാൽക്കുലേഷൻ്റെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആഡ് സെക്കൻഡറി കാൽക്കുലേഷനിൽ ക്ലിക്ക് ചെയ്യാണ്. ചെക്ക് ബോക്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടി. എന്നിട്ട് ഈ സെക്കൻഡറി കാൽക്കുലേഷൻ ടൈപ്പിൻ്റെ അടിയിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പെർസെൻറ്റ് ഓഫ് ടോട്ടൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ കണ്ടില്ലേ, എനിക്ക് പെർസെൻറ്റ് ഓഫ് ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് ഈ നമ്പറിനെ ചെറുതാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലേബലിൽ പോയി ഈ ഫോണ്ടിൽ സൈസ് 8 കൊടുക്കുകയാണ്, ബോൾഡും കൊടുക്കുകയാണ്. സോ നമ്മുടെ പാരറ്റോ ചാർട്ട് റെഡിയായി. ഇതാണ് പാരറ്റോ ചാർട്ട്. ഇതിൽ 80-20 എന്ന് പറഞ്ഞിട്ട് റൂള് ഞാൻ ആദ്യം തന്നെ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണ് 80-20 റൂൾ? ഇതിപ്പോൾ ഒരു ആമസോണിൻ്റെ ഒരു സെയിൽസ് വിഷ്വലൈസേഷൻ ഡാറ്റയാണെന്ന് കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോൾ ഈ ആദ്യത്തെ 3 ഐറ്റം കണ്ടില്ലേ, ആദ്യത്തെ 3 ഐറ്റത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 ഐറ്റത്തിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 59.16% ആണ്. ആമസോണിൽ വിൽക്കുന്ന
ഓവറോൾ പ്രൊഡക്റ്റിൻ്റെ ഈ 4 പ്രൊഡക്റ്റിൻ്റെ മാത്രം ഓവറോൾ സെയിൽസ് എന്ന് പറയുന്ന 59.16% ആണ്. സോ ബാക്കിയുള്ള ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാം പേഴ്സൻറ്റേജ് കണ്ടില്ലേ, 99 to 100 പോയിൻറ്റ് സംതിങ് പെർസെൻറ്റേജ് ഉള്ളൂ. 96 to 98 അത്രയേ ഉള്ളൂ. ഈ ബാക്കിയെല്ലാ പ്രൊഡക്റ്റിൻ്റെയും 2% 1% ഒക്കെ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ ഏറ്റവും കൂടുതൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടില്ലേ, 59% ഒക്കെയാണ് ഈ ഫസ്റ്റത്തെ ടോപ്പ് 4 ഐറ്റത്തിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. സോ 18-20 റൂൾസ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 80% ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് കംസ് ഫ്രം 20% ഓഫ് ഐറ്റം ആൻഡ് റിമൈനിങ് 20% ഓഫ് കോൺട്രിബ്യൂഷൻ കം ഫ്രം 80% ഓഫ് ഐറ്റംസ്. നമ്മുടെ ആദ്യത്തെ 20% ഓഫ് ഐറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് 80% ഓഫ് സെയിൽസും. പിന്നത്തെ 80% ഓഫ് ഐറ്റത്തിൻ്റെ സെയിൽസ് ആകെ 20% ഉള്ളൂ. സോ ഇതാണ് 80-20 റൂൾ എന്ന് പറയുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ റൂളിനെ പറ്റിയിട്ടും പെരട്ടോ ചാർട്ടിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യൂട്യൂബ്സിൽ വീഡിയോസ് അവൈലബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഡാറ്റ സെറ്റ് കൊടുക്കാം, നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു.